സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച കിളിമാനൂരിലെ ജിജിനിലൂടെ 5 പേർക്ക് പുതിയ ജീവൻ കിട്ടും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെയാണ് ജിജിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചത്. ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തിരിക്കുന്നത്. ആലിൻ ഷെറിൻ എബ്രഹാം മാതൃകയായെന്ന് ജിജിന്റെ ബന്ധു 24-നോട് പറഞ്ഞു. ഞങ്ങളടുത്ത് ഡോക്ടർ ഇങ്ങനെ ഒരു സൂചന തന്നിരുന്നു. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നമുക്കതൊരു നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കും അത് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള സാഹചര്യത്തിൽ എത്തിയപ്പോൾ എല്ലാവർക്കും വില്ലിങ് ആണ് എന്നുള്ളത്. 5 പേർക്ക് എത്തിക്കാം എന്നുള്ള രീതിക്ക് എത്തി. തിരുവനന്തപുരത്ത് മേഘന മുരളി വിശദാംശങ്ങളുമായി ചേരുന്നു. മേഘന, ഗുഡ് മോർണിംഗ്. പറയൂ മേഘന. ഗുഡ് മോർണിംഗ് മൈ ആർമി. മേഘന മുരളി, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്ത് വീണ്ടും മാതൃകയായ ഒരു മരണാനന്തര അവയവദാനം നടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത. അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, മരിച്ച ജിജിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് സങ്കടമുള്ള വാർത്തയാണെങ്കിലും അതിനപ്പുറത്തേക്ക് 5 പേർക്കാണ് ഈ കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള ജിജിൻ പുതുജീവനേകുന്നത്. അതിൽ ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ ശസ്ത്രക്രിയകൾ, വാഹനാപകടത്തിൽ മരിച്ച ജിജിന്റെ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വിവിധ ആശുപത്രിയിലേക്ക്, അതിൽ ഹൃദയവും അതുപോലെ തന്നെ ഒരു കരളും ഒരു വൃക്കയും കിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മറ്റൊരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോർണിയ കണ്ണാശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. അത് ശസ്ത്രക്രിയ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ആംബുലൻസിൽ ഈ ആശുപത്രിയിലേക്ക് എത്രയും വേഗം തന്നെ ഈ അവയവങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ വിവിധ ആശുപത്രികളിലായി അവയവം സ്വീകരിക്കാനായിട്ടുള്ള ആളുകളും തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി കേസോട്ടോ അധികൃതർ അറിയിക്കുന്നുണ്ട്. അതിൽ ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള ജിജിന് വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിൽ ഈ ജിജിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ പുറകിൽ നിന്ന് വന്ന ഒരു കാർ ഇടിക്കുകയായിരുന്നു. ജിജിനും സുഹൃത്തിനുമാണ് പരിക്കേറ്റത്. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഈ ദിവസങ്ങൾ അത്രയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ്. ആ സമയത്ത് തന്നെ ഒരു മരണാനന്തര അവയവദാനത്തിലേക്ക് കുടുംബം പോവുകയായിരുന്നു. കേസോട്ടോ അധികൃതരടക്കം ഈ കുടുംബത്തെ സമീപിക്കുകയും ഇങ്ങനൊരു അവസരമുണ്ട്, മസ്തിഷ്ക മരണം സംഭവിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസരമുണ്ടെന്ന് കുടുംബത്തെ അറിയിച്ചു. അതിൽ മറ്റൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് കുടുംബവും പറയുന്നത്. അതിലിപ്പോൾ ജിജിന്റെ ബന്ധുക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കുറച്ച് ദുഃഖിതരാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് അവർക്ക് വലിയൊരു മാതൃക കാണിക്കാൻ പറ്റി എന്നതാണ്. ഇപ്പോൾ ജിജിന്റെ ബന്ധു ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു തീരുമാനത്തിലേക്ക്? ഒരു സെക്കൻഡ്. SKN അവർ അല്പസമയത്തിനകം തന്നെ പ്രതികരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഈ ജിജിൻ കിളിമാനൂർ സ്വദേശിയാണ്. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് കേസോട്ടോ അധികൃതർ ഈ ഒരു അവയവദാനവുമായി ബന്ധപ്പെട്ട കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ അവർക്ക് മറ്റൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം രാവിലെ ലഭിക്കുകയും ചെയ്തത് ആലിൻ ഷെറിൻ എബ്രഹാം, അത് കൊല്ലം സ്വദേശിയായിട്ടുള്ള കുഞ്ഞ് അവയവദാനം നടത്തിയത് ഇവർക്കൊരു മാതൃകയായിട്ടുണ്ട്. ആ വാർത്തയടക്കം ഇവർക്ക് വലിയ മാതൃകയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ കുടുംബം പറയുന്നത്. അങ്ങനെ തന്നെ അത് വലിയ പ്രചോദനമായി. അങ്ങനെ ഈ ഒരു അവയവദാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ആലിൻ ഷെറിൻ എബ്രഹാമിനെയാണ് എന്നുള്ളതാണ് ഈ കുടുംബം പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ വാഹനാപകടം സംഭവിക്കുന്നതും ഈ കിളിമാനൂർ ഭാഗത്ത് നിന്നാണ്. ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഹൃദയവും കരളും ഒരു വൃക്കയും കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. ആദ്യം ഈ കാണുന്ന ആംബുലൻസിൽ കിംസ് ആശുപത്രിയിലേക്ക് ഹൃദയമാണ് കൊണ്ടുപോവുക. അവയവങ്ങൾ വിവിധ ആംബുലൻസുകളിലായിട്ടാണ് കൊണ്ടുപോവുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പിന്നീട് എല്ലാ അവയവങ്ങളും പല ആശുപത്രി, കിംസ്, അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയിലെ കണ്ണാശുപത്രി, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്കും ഈ അവയവങ്ങൾ എത്തിക്കുക. അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ അവയവങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും കേസോട്ടോ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ജിജിൻ ഒരു മാതൃകയാവുകയാണ്. ഇതാ ഇപ്പോൾ അവയവം, ഹൃദയമാണ് ആദ്യം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഹൃദയവുമായി ആശുപത്രി അധികൃതർ പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ ഈ നേരത്തെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ആംബുലൻസിലേക്ക് കൊണ്ടുപോകും. കിംസ് ആശുപത്രിയിലേക്കാണ് ജിജിന്റെ ഹൃദയം കൈമാറുന്നത്. അവിടെ ഹൃദയം സ്വീകരിക്കാനായി രോഗി തയ്യാറാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന്, കിംസ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. കിംസ് ആശുപത്രിയുടെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിലാണ് ഈ അവയവങ്ങൾ കൊണ്ടുപോവുക. അത് എത്രയും പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഉടൻ തന്നെ ആംബുലൻസിലേക്ക് കയറ്റുന്നു. ഇനി കിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരമാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഈ ആദ്യം ഹൃദയം കൊണ്ടുപോകുന്നു, പിന്നെ ആയിരിക്കും കരളും 2 വൃക്കകളും അതുപോലെ തന്നെ
കോർണി അടക്കമുള്ള അവയവങ്ങൾ ദാനം ചെയ്യുക. ഹൃദയമാണ് ആദ്യം ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്ക് ഈ അവയവങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയയിലൂടെ കൈമാറുമെന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ജിജിന്റെ കുടുംബവും പറയുന്നത് ഇന്നലെ രാത്രി ഈ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ, അല്ലെങ്കിൽ ഡോക്ടർമാർ ഈ സ്ഥിരീകരണം നടത്തിയ ഉടൻ തന്നെ അവർ അവയവദാനത്തിന് സമ്മതം മൂളുകയായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ നടക്കാനുള്ളത് ശസ്ത്രക്രിയ വീണ്ടും പുരോഗമിക്കുകയാണ്. അതിൽ ഇനി കരൾ, 2 വൃക്കകൾ എന്നിവയാണ് ഇനി ശസ്ത്രക്രിയയിലൂടെ മാറ്റാനുള്ളത്. അതിനുശേഷമായിരിക്കും ജിജിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പുരോഗമിക്കുക എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. ഇനി ഈ ആശുപത്രിയിൽ നടക്കാനുള്ളത് പോസ്റ്റ്മോർട്ടം, ഈ ഒരു കരളും അതുപോലെ തന്നെ 2 വൃക്കകൾ, കോർണി അടക്കമുള്ള അവയവങ്ങളാണ് ഇനി കൊണ്ടുപോകാനുള്ളത്. അതിനുശേഷം ജിജിന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ഇൻക്വസ്റ്റ് നടപടികളടക്കം നടക്കും. പിന്നീടായിരിക്കും കിളിമാനൂരിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. ഈ ജിജിൻ കൊല്ലം സ്വദേശിയാണ്, കൊല്ലം മാമ്പുഴ സ്വദേശിയാണ്. പിന്നീട് കിളിമാനൂരിൽ പിന്നീട് താമസം തുടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധു അടക്കം പറയുന്നത്. അതുപോലെ തന്നെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു. സജീവ CPM പ്രവർത്തകനാണ് ജിജിൻ. നേരത്തെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ കുടുംബം പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് 5 പേർക്കാണ് ജിജിൻ ഒരു പുതുജീവനേകുന്നത്. അതിൽ കുടുംബത്തിന്റെ അടക്കം പ്രതികരണം, ഈ ജിജിൻ അവർക്കൊരു ദുഃഖമാണ്. അവർ പെട്ടെന്നൊരു അപകടത്തിലൂടെ മരണം സംഭവിക്കുന്നത് ഒരു ദുഃഖമാണ്. പക്ഷെ 5 പേർക്ക് പുതുജീവനാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് ഭാര്യ അടക്കമുള്ളവർ ഇപ്പോൾ ആശുപത്രിക്ക് അകത്തുണ്ട്. അവരും അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത്. SK. ഓക്കെ, താങ്ക് യു മേഘന മുരളി. എന്തായാലും ജിജിന്റെ അവയവങ്ങൾ 5 പേരിൽ വെച്ച് പിടിപ്പിക്കുമെന്ന് അറിയുന്നത് വളരെ അഭിമാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതേസമയം ജിജിന് ഒരു ദുഃഖമായി ആലിനെ പോലെ നമുക്ക് മുന്നിൽ മാതൃകയാകുകയാണ്. ദുഃഖത്തിന്റെ കണികയായി ജിജിൻ നമുക്കൊപ്പം ജീവിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ 5 പേരിൽ ജീവൻ നൽകുമ്പോൾ കാലത്തിനും അപ്പുറം ജിജിൻ സഞ്ചരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തീരുമാനമെടുത്ത ജിജിന്റെ കുടുംബങ്ങളെ 24 അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.